നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. സാധാരണ ഈ സമയത്തൊക്കെ സമൂഹവും മാധ്യമങ്ങളുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ നമ്മുടെ രീതികളും സ്വഭാവങ്ങളും എല്ലാം മാറി മറിയുകയാണ്. ദിവസങ്ങളായി ലൈംഗിക പീഡന കേസിലും പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവിലും നിൽക്കുകയാണ് എല്ലാവരും, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരികയാണ്. രാഹുലിനെ പോലെ ഒരാളെ കണ്ടെത്താൻ കേരള പോലീസിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിവ്. ഏതായാലും രാഹുലിൻ്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുകയാണല്ലോ. കാത്തിരിക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്ന്. ഞാനും പറഞ്ഞു രാഹുൽ തന്നെയാണ് ഇന്നിപ്പോൾ തുടങ്ങിയത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ഒപ്പം കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള വാർത്താ സമ്പന്നമായ ഒരു ദിവസം തന്നെയാണ് ഇന്നും. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 6ാം ദിവസം. രാഹുൽ രക്ഷപ്പെട്ട കാർ ഉടമയെ ചോദ്യം ചെയ്യും. അധിക്ഷേപ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിൽ. ഡിഗ്വ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴ. ചെന്നൈയിലും തിരുവള്ളൂരിലും റെഡ് അലർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ചെന്നൈ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. പലയിടത്തും വാഹനങ്ങൾ മുങ്ങി. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവും. പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകും. സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷം. എക്സൈസ് നിയമ ഭേദഗതി ബില്ലും ഇന്ന് ലോക്സഭയിൽ. കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം നാളെ റായ്പൂരിൽ. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ കടുത്ത നിലപാട് രോഹിത്തും കോഹ്ലിയും. പ്രശ്നപരിഹാരത്തിന് BCC വിളിച്ച അടിയന്തര യോഗം നാളെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള യോഗവും നാളെ ഡൽഹിയിൽ. ലൈംഗിക പീഡന കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്ന് 6 ദിവസമായി. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന കാറിലെന്നാണ് പോലീസ് പറയുന്നത്. കാറുടമയെ ചോദ്യം ചെയ്യും. പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദേവികയുണ്ട്. ദേവിക, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 6 ദിവസം ആയിരിക്കുകയാണ്. ഇതുവരെയും അയാളെ കണ്ടെത്താനായില്ല. നമ്മുടെ പോലീസ് അത്ര മോശക്കാരൊന്നുമല്ല, കേരള പോലീസ്. അവർക്കത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? നാളെയാണല്ലോ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതുവരെ അങ്ങനെ പോട്ടെ, തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അല്ലേ എന്ന് കരുതിയാണോ ഈ വൈകുന്നത്? മായ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്തായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. കാരണം അതിനു മുൻപ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശരിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയാൽ അത് ഈ പോലീസിന് തന്നെ ഒരു വിമർശനം കിട്ടുന്ന ഒരു തലത്തിലേക്കൊക്കെ പോകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഈ അറസ്റ്റ് വൈകുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട്ടെ കണ്ണാടിയിലുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്നാണ് ഇത്തരത്തിൽ മുങ്ങുന്നത്. എന്തായാലും ഒരു ചുവന്ന പോളോ കാറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലം വിട്ടത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ ഉടമയെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എത്തിയത്, ആ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതേസമയം തന്നെ രാഹുൽ ഈശ്വർ, അതായത് ഈ പരാതിക്കാരിക്ക് എതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ എന്ന പരാതിയിൽ, അതായത് ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാതിക്കാരി
അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ പങ്കുവച്ച പ്രതികരണവുമായി രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജില്ലാ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഈ പൂജപ്പുര ജയിലിൽ നിരാഹാര സമരവും തുടങ്ങിയിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ കോടതിയിൽ രാഹുൽ ഈശ്വർ നൽകും. വരും മണിക്കൂറുകളിൽ മറ്റുള്ളവരിലേക്കും കൂടി, അതായത് ഈ ഒരു ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിൽ 6 പ്രതികളുണ്ട്. അവരിലേക്ക് കൂടി ഇന്ന് അന്വേഷണം നീളും. മായ, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ രാഹുലുമായ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസിൽ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കുമല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? ഈ ശബ്ദ സന്ദേശം യഥാർത്ഥമാണോ എന്നത് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഈ പോലീസ് ചെയ്തത്. അതിൽ യുവതിയുടെ ശബ്ദ സന്ദേശം ഇത്തരത്തിൽ വഴി ചിത്രീകരിച്ചതല്ല എന്ന നിഗമനത്തിൽ എന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ രാഹുലിന്റെ ശബ്ദവും ഇതുപോലെ പരിശോധന നടത്തും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ ഓഫീസിലെത്തി സഹപ്രവർത്തകരുടെയൊക്കെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണവുമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിക്കാരിക്കെതിരെ, അതായത് പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെല്ലാം തള്ളുന്ന രീതിയിലുള്ള ചില തെളിവുകൾ ഈ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു. അതിന് പിന്തുടർച്ചയായിട്ട് കുറച്ചധികം തെളിവുകൾ കൂടി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. #വാല്യൂ സർട്ടിഫിക്കറ്റുകൾ, ചില വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ, കൂടുതൽ ഫോട്ടോകൾ എന്നിവയാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതെല്ലാം വളരെയധികം നിർണായകമാകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. മായ, ദേവിക, ഇരയും നമ്മളിൽ ഒരാളാണ് എന്ന് പോലും കരുതാതെയാണ് സൈബർ അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് ഒരാളുടെ മാത്രം കാര്യത്തിലല്ല, ഏത് വിഷയം ഉണ്ടായാലും അങ്ങനെയാണ്. ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ ഒരു പരാതിയുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തും അറസ്റ്റ് ചെയ്തുമൊക്കെ. അതുപോലെ ഒട്ടേറെ ആളുകളുണ്ട് ഇനിയും. അവരിലേക്കൊക്കെയുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കൽ, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് അറിയാനാവുന്നത്? മായ, ഈ പരാതിക്കാരി ഇത്തരത്തിൽ തനിക്കെതിരെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ ഇത്തരത്തിൽ വലിയൊരു അധിക്ഷേപം നടക്കുന്നുണ്ട് എന്നൊരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഈ സൈബർ പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ധൈര്യപൂർവ്വം ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ സൈബർ ആക്രമണം ഈ പരാതിക്കാരിയായ യുവതിക്ക് നേരെ കൂടുന്നത്. അതിനുശേഷം പോലീസൊക്കെ സംരക്ഷണം ഒരുക്കിയിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ സൈബർ പോലീസും കോടതിയും ഒക്കെ നൽകുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തതോടെ, റിമാൻഡ് ചെയ്തതോടെ, കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ സൈബർ പോലീസ് സംഘം സ്വീകരിക്കുന്നത്. അതിനുള്ളിൽ നിന്ന് ഈ യുവതിയുടെ ചിത്രമടക്കം, യുവതി ഈ പരാമർശങ്ങൾ നടത്തിയെന്ന് കരുതപ്പെടുന്ന ഈ വീഡിയോ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതിലൂടെയൊക്കെ ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. അത്ര പെട്ടെന്നൊന്നും ഇത്തരത്തിൽ ഉള്ള വ്യാപകമായ സൈബർ ആക്രമണങ്ങൾക്ക് നേരെ മുഖം തിരിക്കാനാവില്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. മായ, ശരി, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ SIR-ുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത്. SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഹർജികൾ തള്ളണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാട് എടുക്കും എന്നാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, SIR-ുമായി കേരളത്തിൻ്റെ ഹർജി അത് വീണ്ടും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എങ്ങനെയായിരിക്കും, എന്തിനാണ് സാധ്യത? ഗുഡ് മോർണിംഗ്. SIR-ുമായി ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലവിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് പരിശോധിച്ചായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഉണ്ടാവുക. നേരത്തെ തന്നെ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരളവും വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് സംബന്ധിച്ച 2 കമ്മീഷനുകളും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിലാണ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത്, ഒന്ന്, സമയപരിധി നീട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിന്
തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പുനരാലോചന ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഈ കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിക്കുന്നുണ്ട്. നിലവിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ പൂർത്തിയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഒരേ ആളുകൾ തന്നെയാണെന്ന് തന്നെ ആകരുത് എന്നൊരു നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് BLOമാരുടെ ആത്മഹത്യ കേരളത്തിലുണ്ട്, പശ്ചിമബംഗാളിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BLOമാരുടെ ആത്മഹത്യ തിരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കൊണ്ടല്ല എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം പശ്ചിമബംഗാളിൽ നിരവധി BLOമാരാണ് ആത്മഹത്യ ചെയ്തത്. അത്തരമൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിലാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ SIR നടപടികളിൽ കൂടുതൽ ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നെയായിരിക്കും കോടതി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാടുകൾ നമുക്ക് മുൻപിലുണ്ട്. അതായത് SIRമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ആളുകളുടെ വോട്ടുകൾ പൂർണ്ണമായും മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കാം, ആ സമയത്ത് കോടതിയെ സമീപിക്കാം എന്നുള്ളതായിരുന്നു ബീഹാറിന്റെ SIRന്റെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടെടുത്തത്. അതേ നിലപാട് തന്നെയായിരിക്കും ഏറെക്കുറെ ഇക്കാര്യത്തിൽ ഉണ്ടാകുക. പക്ഷേ ഈ ആത്മഹത്യയുമായി ബീഹാറിൽ SIRന്റെ പേരിൽ BLO ആത്മഹത്യ എന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പശ്ചിമ ബംഗാളിലേക്കും കേരളത്തിലേക്കും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ എത്തുമ്പോൾ ഇത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അതുപോലെ തന്നെ ജോയ് മല്യ ബാങ്ജി അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഇത് താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് മാത്രമാണ്. പക്ഷേ CPM, CPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ഹർജിയിൽ അതിൽ ലീഗ് ഉൾപ്പെടെയുള്ളത് SIR നിർത്തിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം. പക്ഷേ ആ നീക്കത്തിൽ ഇപ്പോൾ വഴങ്ങേണ്ടതില്ല. കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മായ പ്രശാന്ത്, പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുകയാണല്ലോ. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട്. സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ അതിനുള്ള സമ്മതം അനുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ SIRന്റെ കാര്യത്തിൽ? SIR, ഡൽഹി വായു മലിനീകരണം എന്നീ രണ്ട് വിഷയങ്ങളിലാണ് പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. SIRന്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ വിമർശനമുണ്ട്. അതേസമയം തന്നെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്നലെയും അടിയന്തര പ്രമേയം ഇതേ വിഷയങ്ങളിൽ സഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അനുമതി നൽകിയില്ല. നിലവിൽ ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സാധ്യതയില്ല. ഇതിന് സമയം അനുവദിക്കാം, തൽക്കാലം മറ്റു ചർച്ചകളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് ഇരു സഭകളിലെയും നിലപാട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള തന്നെ വ്യക്തമാക്കിയത് ഇത് ചർച്ച ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ ഘട്ടം അതിനായി ഉപയോഗിക്കുന്ന നിരവധി ബില്ലുകൾ പാസ്സാക്കാനുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് SIRമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ മണിപ്പൂരിലെ ബില്ല് ചർച്ച കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് നിലപാടുകൾ മുന്നോട്ട് വെച്ചത്. അതായത് പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ബില്ലുകൾ ഏകപക്ഷീയമായി പാസ്സാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് അനുവദിക്കില്ല എന്ന് ഡെറിക് ഒബ്രിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്നലെ അവസാനിച്ചത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് എക്സൈസ് ബില്ല് സഭയ്ക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്റെ കാര്യത്തിലും ഈ ബഹളമാണെങ്കിൽ ഇതേ രീതി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് പറയേണ്ടി വരും. പക്ഷേ അതേസമയം SIRമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഈ വിഷയം അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് എന്താണ് പ്രശ്നപരിഹാരം, എവിടെയൊക്കെയാണ് പാകപ്പിഴയുണ്ടായത്, പരിഹരിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം. മാത്രമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടാണെന്നും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ തൽക്കാലം തർക്കങ്ങളിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ്. ഇന്നും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മായ പ്രശാന്ത്, മറ്റൊന്ന് എക്സൈസ് നിയമ ഭേദഗതി ബില്ലാണ്. അത് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ?
മായ, നിലവിലെ ചില ഭേദഗതികളുടെ ഭാഗമായി, അതായത് എക്സൈസുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങളിൽ പ്രത്യേകിച്ച് അതിന്റെ തടവടക്കമുള്ള കാര്യങ്ങളിൽ ചില ഭേദഗതികൾ ആവശ്യമുണ്ട്. ഒപ്പം തന്നെ അതിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ, കാരണം ഈ ബില്ലുകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ മണിപ്പൂരിലെ ബില്ലിന്റെ കാര്യത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ മാത്രമാണ്, നേരത്തെ അത് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു ബില്ല് ലോക്സഭയിലേക്ക് വരികയാണ്, ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ബില്ല് ഇന്നലെയും അവതരിപ്പിക്കുകയല്ല ചെയ്തത്, ബില്ല് ടേബിളിൽ വെക്കുകയാണ് ചെയ്തത്. അതായത് പാർലമെന്റിൽ വെക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അത് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. എക്സൈസ് ബില്ലിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെയുള്ള സാഹചര്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്രതിപക്ഷ ബഹളം ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതുമായ. ശരി, പ്രശാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഡിഡ്വാർഡ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം 8 മണിക്കൂറോളം മഴ നിർത്താതെ പെയ്തതോടെ ചെന്നൈ നഗരം വെള്ളത്തിൽ മുങ്ങി. ചെന്നൈയിലും തിരുവള്ളൂരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിട്ടുണ്ട്. ചെന്നൈയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് തങ്കച്ചി മഠത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ ഒറ്റപ്പെട്ടു പോയതായാണ് റിപ്പോർട്ട്. ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണമാണ് മലപ്പുറത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ച. വിഷയം ഉന്നയിച്ച് LDF UDFനെ പ്രതിരോധിക്കുമ്പോൾ പ്രാദേശികമായി വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കുന്ന ധാരണ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ലീഗ്. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധമാണ് മലപ്പുറത്ത് ഇത്തവണയും തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനെതിരായി ഇടതുപക്ഷത്തു നിന്നും സമസ്തയിലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള എതിർപ്പിനിടയിലും വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണയുമായി മുന്നോട്ടു പോവുകയാണ് UDF. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഇടതുപക്ഷവും BJPയും പ്രചരണായുധമാക്കിയിട്ടും വൻ വിജയം നേടാനായതിന്റെ ആത്മവിശ്വാസമാണ് പ്രാദേശിക ധാരണയുമായി മുന്നോട്ടു പോകാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. വെൽഫെയർ ബന്ധം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ വഴിയൊരുക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. സമസ്തയിലെ ലീഗ് വിരുദ്ധപക്ഷം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തി ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും സംഘടനയ്ക്കകത്തു നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ വിവാദ പ്രതികരണങ്ങൾ വേണ്ടെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളുടെ നിലപാടും വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണവുമായി മുന്നോട്ടു പോകാൻ ലീഗിന് കരുത്താകുന്നുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് സാധ്യതയുള്ള ഇടങ്ങളിൽ മാത്രമാണ് സഹകരണത്തിന് ലീഗ് തയ്യാറാകുന്നത്. പ്രാദേശികമായി എതിർപ്പുള്ള ഇടങ്ങളിൽ ലീഗ് ധാരണയ്ക്ക് തയ്യാറായിട്ടില്ല. അതേസമയം ലീഗുമായി ഉണ്ടാക്കുന്ന ധാരണയിലൂടെ സംസ്ഥാന വ്യാപകമായി കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനും അതുവഴി ജനസമ്മതി വർദ്ധിപ്പിക്കാനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം. അമൃത ന്യൂസ്, മലപ്പുറം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊല്ലം കോർപ്പറേഷനിലേക്ക് ചൂടുപിടിച്ച പ്രചരണവുമായി മുന്നണികൾ. 25 വർഷമായി LDF ഭരിക്കുന്ന കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയോടെ UDFും 6 സീറ്റുകളിൽ നിന്നും വലിയൊരു നേട്ടം ഇത്തവണ ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലോടെ BJPയും മത്സരത്തിനിറങ്ങുമ്പോൾ LDF ആകട്ടെ ഇടതുകോട്ടയ്ക്ക് കരുത്തുകൂട്ടാനാകട്ടെ കരുക്കളുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൊടിതോരണങ്ങൾ ഉയർന്നു. ചുവരെഴുത്തും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചെറുവഴികളിൽ പോലും തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. നിലവിൽ LDFന് 38 സീറ്റും UDFന് 10 സീറ്റുകളുമുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ. BJPക്ക് 6ഉം SDPIക്ക് 1 സീറ്റുമാണുള്ളത്. LDFന്റെ 1 സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ RSP നേടി. 55 ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ ഇത്തവണ 1 ഡിവിഷൻ കൂടിയപ്പോൾ 56 ആയി. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി മത്സരത്തിന്റെ ആവേശം നിറച്ചു. 38 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ RSP 11 സീറ്റിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് 5 സീറ്റിലും ഫോർവേഡ് ബ്ലോക്ക്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കുന്നു. INTUC നേതാവ് AK ഹഫീസിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് UDF ചുവപ്പുകോട്ട പിടിക്കാനൊരുങ്ങുന്നത്. ഇടതുമുന്നണിയിൽ CPIയും 37ഉം CPI 17ഉം ജനതാദൾ S, കേരള കോൺഗ്രസ് B എന്നിവർ ഓരോ സീറ്റിലും ജനവിധി തേടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ സീറ്റ് വർധന ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്.
മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ലെങ്കിലും പറയാതെ പറയുന്ന ചില പേരുകളിൽ മുതിർന്ന നേതാക്കളായ VK അനിരുദ്ധരും V രാജേന്ദ്രബാബുവും CPMന്റെ മേയർ മുഖങ്ങളാണ്. വിജയം തുടരുന്ന മേയർ ഹണി ബെഞ്ചമിൻ ഇത്തവണയും ജനവിധി തേടുമ്പോൾ CPIയും മുന്നണിയിൽ കരുത്തു തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. BJP 55 സീറ്റിലും BDJS 1 സീറ്റിലുമാണ് ചുവപ്പുകോട്ടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സീറ്റുകൾ കുറഞ്ഞപ്പോൾ കൗൺസിലർമാരുടെ എണ്ണം കൂടിയത് BJPയുടെ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വാശിയേറിയ ത്രികോണ പോരാട്ടത്തിന്റെ ചൂടിലാണ് കൊല്ലം കോർപ്പറേഷനും. അമൃത ന്യൂസ്, കൊല്ലം. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച നടത്തിയേ മതിയാവൂ എന്ന് NK പ്രേമേന്ദ്രൻ MP. സഭാ നടപടികൾ സുഗമമായി നടക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് അവർ തയ്യാറാകാത്തത് എന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. പാർലമെന്റിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. വിവിധ വിഷയങ്ങളാണ്. SIR ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഡൽഹിയിലെ വായുമലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ SIR തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ 2ാം ദിവസമാണ് ഇന്ന്. ആ 2ാം ദിവസത്തിൽ ഇതേ വിഷയത്തിൽ തന്നെയാണോ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ പ്രതിപക്ഷ തീരുമാനം? അക്കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന നേതാവ് കൂടിയായ NK പ്രേമേന്ദ്രൻ MP ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കും. എങ്ങനെയാണ് ഈ വിഷയം സജീവമായി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം? കഴിഞ്ഞ ദിവസം ചേർന്ന ഓൾ പാർട്ടി മീറ്റിങ്ങിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പൊതുവായി ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്നാണ് SIR ചർച്ച ചെയ്യണം. ഇനി SIR എന്ന നിലയിൽ ഗവൺമെൻറ് അത് ചർച്ച ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങൾ, ഇലക്ടറൽ റിഫോംസ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അങ്ങനൊരു പൊതു നിർദ്ദേശമാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ചത്. സഭ നടക്കണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതേവരെ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറഞ്ഞിട്ടും ഇതേവരെ ആ കാര്യത്തെ സംബന്ധിച്ച് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല, തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ SIR അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഇന്നും ആ നടപടികൾ തന്നെ തുടരാൻ തന്നെയാണ് പൊതുവെ ആലോചിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ നിരാശ അത് മറികടക്കാനുള്ള നാടകങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. പ്രിയങ്ക ഗാന്ധി മറുപടി പറയുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞ സെഷനിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സെഷൻ മുഴുവൻ വാഷ് ഔട്ട് ചെയ്തു. അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു SIR. വോട്ടർ പട്ടികയുടെ തീവ്രമായ സമഗ്രമായ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതിനായി ഇലക്ഷൻ കമ്മീഷൻ വച്ചിട്ടുള്ള 12 മാനദണ്ഡങ്ങൾ അത് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് എന്ത് അപജയമാണ്, അപാകതയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഗവൺമെൻറ് വിശദീകരിക്കാൻ കഴിയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗം വിശദീകരിക്കാൻ കഴിയും, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗം ആ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ അത് വിശദീകരിക്കുന്നതിന് പകരം ഒരു ചർച്ച പോലും പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു? അപ്പോൾ ഈ SIRനകത്ത് കൃത്രിമം നടക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? ഇപ്പോൾ ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ അവിടെയുള്ള മിക്കവാറും എല്ലാ നേതാക്കളും, പ്രതിപക്ഷ മേഖലയിലെ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു, വലിയ തോതിലുള്ള തിരിമറി തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ കൃത്രിമം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആ സപ്ലിമെൻ്ററി ലിസ്റ്റ് യഥാവിധി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കിട്ടുന്നില്ല. മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള അഡീഷണൽ ലിസ്റ്റ് വരുമ്പോഴാണ് ഈ തരത്തിൽ പേര് വെട്ടിമാറ്റുകയും പുതിയ പേര് എഴുതി ചേർക്കുകയും ചെയ്യുന്ന ധാരാളം നടപടികൾ ഉണ്ടാകുന്നത്. അത് പരിശോധിക്കാനുള്ള സാവകാശവും സമയവും പലപ്പോഴും പാർട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം ചുരുങ്ങിയ ദിവസം മാത്രമുള്ളപ്പോഴാണ് ഈ അഡീഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കുറ്റമറ്റതും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമാണ്, പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പാർലമെൻറ്റ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തൂണാണല്ലോ തെരഞ്ഞെടുപ്പ്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ബേസ് ലെവലാണ് ഒരു ഇലക്ടറൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്നു ഭവിച്ചിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിന് ആധാരമായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 12 മാർഗനിർദ്ദേശങ്ങൾ, ഈ കാര്യത്തിൽ ജനാഭിപ്രായം കൂടി അറിയണ്ടേ? വിൽ ഓഫ് ദ പീപ്പിൾ ആണല്ലോ പാർലമെൻറ്റ്.
അപ്പോൾ ആ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന പാർലമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം ഗൗരവതരമായ ആരോപണമാണ്. അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് ചർച്ച ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭാ നടപടികൾ തടസ്സം കൂടാതെ നടത്തിക്കൊണ്ടു പോകാൻ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ SIR. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ BLOമാരടക്കം ആത്മഹത്യ ചെയ്യുന്നു. കേരളത്തിലും സമാനമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്കും രാജ്യത്തിനുമുള്ള ആശങ്ക? അത് പാർലമെൻറ്റ് ചർച്ച ചെയ്ത് തന്നെ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അല്ലാത്ത പക്ഷം സഭാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നടപടികളെല്ലാം തന്നെ പിന്നീട് ആലോചിക്കും. ഏതായാലും സർക്കാരിനും ഈ സഭാ നടപടികൾ ഈ തരത്തിൽ പോയാൽ മതി എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്ത് ജമീലയുടെ ശവസംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം ഇന്ന് രാവിലെ 8-ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 11-ന് കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. വിനേഷ്, കാനത്ത് ജമീലയുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? പൊതുദർശനം എപ്പോഴാണ് പൂർത്തിയാവുക? അതിനുശേഷമാണല്ലോ സംസ്കാര ചടങ്ങുകൾ. എത്ര മണിക്കായിരിക്കും? മായ, അല്പസമയത്തിനകം തന്നെ CPM നേതാക്കൾ ഇവരുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് ഇവിടെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ആണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇവിടെ രാവിലെ 8 മുതൽ 10 വരെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം അവരുടെ മണ്ഡലമായ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. കൊയിലാണ്ടി ടൗൺ ഹാളിൽ 11 മണി മുതൽ വൈകുന്നേരം വരെ, ഏറെക്കുറെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ അവിടെ പൊതുദർശനത്തിന് വെക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം തലക്കുളത്തൂരിലുള്ള അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് വൈകുന്നേരമാണ് അവിടുത്തെ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള ഖബർസ്ഥാനിലാണ് ശവസംസ്കാര നടപടികൾ ഉണ്ടാവുക. എന്തായാലും നമുക്കറിയാം, കാനത്തിൽ ജമീല പൊതുവെ ആളുകൾക്കിടയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വനിതാ നേതാവായിരുന്നു. വളരെ യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയും ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷമാണ് 2021 കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് UDF N സുബ്രഹ്മണ്യനെ 8000 ചില്ലാനം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി MLA ആയത്. വളരെ മികച്ച പ്രവർത്തനം തന്നെയായിരുന്നു ഇവർ ആ നാട്ടിൽ നടത്തിയിരുന്നു എന്നുള്ള നാട്ടുകാരുൾപ്പെടെ പറയുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായി വളരെ ആത്മബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയായിരുന്നു കാനത്തിൽ ജമീല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അർബുദം അവരെ വലിയ തോതിൽ തന്നെ അവരുടെ ആരോഗ്യനിലയെ ബാധിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. മകൻ വിദേശത്തായതുകൊണ്ട്, മകൻ വരാനുള്ളത് കൊണ്ടാണ് ഈ 2 ദിവസത്തേക്ക് ശവസംസ്കരണ നടപടികൾ വൈകിയത്. എന്തായാലും മകൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ പാർട്ടിയിലെ EP ജയരാജൻ, എളമരം കരീം, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തുണ്ട്. അവരായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങി ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിക്കും. മായ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി തമ്മനം പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. തകർന്ന ടാങ്ക് പുതുക്കി പണിയാനുള്ള സാധ്യത തേടിയുള്ള വിദഗ്ധരുടെ പരിശോധനയും ഇന്ന് നടക്കില്ല. അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചുവെങ്കിലും നഗരത്തിലെ കുടിവെള്ള വിതരണം മുടങ്ങില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചിരിക്കണം, പക്ഷേ കുടിവെള്ള വിതരണം മുടങ്ങില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടല്ലോ. എന്ത് സംവിധാനമാണ് അതിനുവേണ്ടി അധികൃതർ എടുത്തിട്ടുള്ളത്? മായ, തമ്മനം പമ്പ് ഹൗസിൽ തകർന്ന വാട്ടർ ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണികളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്ന പ്രവൃത്തികളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഏതായാലും നഗരത്തിലെ കുടിവെള്ള വിതരണം മുടങ്ങില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി അധികൃതർ ഏതായാലും അറിയിച്ചിരിക്കുന്നത്. ഈ തകർന്ന ടാങ്കിന് പകരം പുതിയ ടാങ്ക് പണിയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജല അതോറിറ്റിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിരമിച്ച സ്ട്രക്ചറൽ എഞ്ചിനീയർമാരടക്കം വന്നുകൊണ്ടുള്ള പരിശോധനയായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ വിദഗ്ധരുടെ സമയത്തിൻ്റെ കുറവ് മൂലമാണ് ഇന്ന് പരിശോധന നടക്കില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ അറ്റകുറ്റപ്പണി മാറ്റിവെച്ചൊരു സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങില്ല എന്നുകൂടി ഏതായാലും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ന് മുതൽ 4 ദിവസത്തേക്ക്, അതായത് 4-ാം തീയതി വരെ കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ളൊരു കാര്യമായിരുന്നു ആദ്യം
ജല അതോറിറ്റി അറിയിച്ചിരുന്നത്. കൊച്ചി നഗരത്തിലും ഒപ്പം തന്നെ ചേരാനല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെ നഗരത്തെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണി മാറ്റിവെച്ച ഒരു സാഹചര്യത്തിൽ ഈ കുടിവെള്ള വിതരണത്തിന് തടസ്സമുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും അറിയിക്കുന്നുണ്ട്. നിലവിൽ ഈ ടാങ്ക് തകർന്നതിനെ തുടർന്ന് നഗരത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പമ്പ് ഹൗസിലെ തന്നെ മറ്റൊരു ടാങ്കിൽ നിന്ന് സമയം ക്രമീകരിച്ചുകൊണ്ട് ആദ്യം 2 ഘട്ടത്തിലായിട്ടായിരുന്നു വെള്ളം പമ്പ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് 3 ഘട്ടങ്ങളായിക്കൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മരട്ടിൽ നിന്ന് കുടിവെള്ളം എത്തിച്ചുകൊണ്ട് നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ തുടരും. ഈ നിലവിൽ ഈ ആദ്യം അറിയിച്ചിരുന്നത് പോലെയുള്ള കുടിവെള്ള പ്രതിസന്ധി ഇന്ന് രാത്രി 10 മണി മുതൽ 4-ാം തീയതി രാവിലെ 9 മണി വരെയായിരിക്കും കുടിവെള്ള വിതരണത്തിൽ തടസ്സമുണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ ഒരു പ്രശ്നത്തിന് തൽക്കാലം പരിഹാരമുണ്ടാകും. തൽക്കാലം ഈ കുടിവെള്ള വിതരണം മുടങ്ങില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ജല അതോറിറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി തമ്മനം പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ ഏതായാലും മാറ്റിവെച്ചിരിക്കുകയാണ്. തകർന്ന ടാങ്ക് പുതുക്കി പണിയാനുള്ള സാധ്യത തേടിയുള്ള വിദഗ്ധരുടെ പരിശോധനയൊക്കെ അതും ഇന്ന് നടക്കില്ല. അറ്റകുറ്റപ്പണികൾ ഏതായാലും മാറ്റിവെച്ചുവെങ്കിലും നഗരത്തിലെ കുടിവെള്ള വിതരണം മുടങ്ങില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ശബരിമലയിൽ ഇന്ന് നല്ല ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 96,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, രാവിലെ സന്നിധാനത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നല്ല തിരക്കുണ്ടോ? നല്ല തിരക്ക് തന്നെയാണ്. പുലർച്ചെ 3 മണി മുതൽ തന്നെ ഭക്തർ ശബരിമലയിലേക്ക് പ്രവഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണി മുതൽ തന്നെ നടപ്പന്തലിൽ ഉൾപ്പെടെ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ ഏകദേശം 96,000-ലധികം പേർ ദർശനം നടത്തി എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ. ഇന്നലെ ഏകദേശം 11 മണിയോടുകൂടി നടയടച്ചതിന് ശേഷവും നിരവധി പേരാണ് നടപ്പന്തലിലും മറ്റുമായി ദർശനം കാത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടായത്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വന്ന ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തെ വരവ് കണക്ക് കൂടെ പുറത്തു വന്നതോടുകൂടി വരവ് കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി 15 ദിവസം പിന്നിടുമ്പോൾ വലിയ തരത്തിലുള്ള വർധനവുണ്ടായി എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ നൽകിയിട്ടുള്ള കണക്ക്. അരവണയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിൽപ്പനയുണ്ടായിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നമ്മൾ ഇന്നലെ നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിൽ നിന്നും അദ്ദേഹം പറയുന്നത് ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത് കൊണ്ടുകൂടെയാണ് ഇത്തരത്തിൽ വരവിൽ വലിയ വർധനവുണ്ടായിട്ടുള്ളത്. ഭക്തർക്ക് യഥാവിധം ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരക്ക് സന്നിധാനത്ത് നിയന്ത്രിക്കുക. അതായത് നിയന്ത്രിക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് സന്നിധാനത്ത് വരുന്ന ഭക്തർക്ക് ദർശനം നടത്തി അതേസമയം തന്നെ അവരെ പറഞ്ഞയക്കുന്നത് കൊണ്ടുകൂടെ ആയിരിക്കണം ഇത്തരത്തിൽ ദർശനം കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഈ ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്തുന്നതിന് തടസ്സം നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ കാലതാമസം ദർശനത്തിന് വേണ്ടി വരുന്നത്. ആ സാഹചര്യം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടെയാണ് ഞായറാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി 96,000-ലധികം ഭക്തർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞത്. രാകേഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ ഇന്ന് നല്ല ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇപ്പോൾ ഖാദിയും ഖദറുമാണ് നാട്ടിലെ താരങ്ങൾ. എവിടെ തിരഞ്ഞാലും ഖദറിട്ട സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമുള്ളവരുടെ ഡ്രസ് കോഡും ഇതുതന്നെ. ഖദറിടുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നുവെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഖദർ ഷർട്ടും മുണ്ടും, വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ സാരി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഖാദിയും ഖദറുമാണിപ്പോൾ ട്രെൻഡ്. ഖദറണിഞ്ഞ് നിറപുഞ്ചിരിയോടെ വരുന്ന സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ വോട്ടർമാർക്കും അതൊരു ഫീലാണ്. മുതിർന്ന സ്ഥാനാർത്ഥികൾ മാത്രമല്ല, യുവ സ്ഥാനാർത്ഥികളിൽ പലരുടെയും ഡ്രസ് കോഡും ഇപ്പോൾ ഖദർ ഷർട്ടും മുണ്ടുമാണ്.
സ്ഥാനാർത്ഥികൾക്കൊപ്പം വരുന്നവരും പാന്റ് മാറ്റി മുണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ ജനമനസ്സുകളിലുള്ളത് മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ സാരി അണിഞ്ഞ രൂപമാണെന്നും അത് ധരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. ചില ആളുകളൊക്കെ പറയും ഇത് തന്ത വൈബാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ഐഡൻറ്റിറ്റി, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ മുണ്ടെടുക്കുന്നതാണ് ആ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെല്ലാം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളിപ്പോൾ ജീൻസും ട്രൗസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പൊതുവേദികളിൽ പൊതുസ്ഥലങ്ങളിൽ ഒരു പൊതുപ്രവർത്തകനെ എപ്പോഴും സ്വീകാര്യത കിട്ടുന്നത് മുണ്ടൊക്കെ ഇടുമ്പോൾ തന്നെയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. രണ്ട് വെള്ളം ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് നമുക്കറിയാം, അതൊരു സുഖമാണ്. തീർച്ചയായും ഇലക്ഷൻ സമയത്ത് മുണ്ടിടാത്ത ആളുകൾ മുണ്ടിടുന്നത് അവർ സ്ഥാനാർത്ഥിയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവണമല്ലോ. ഒരു ജീൻസ് ടീഷർട്ട് ഇട്ട് പോയ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് വിലയിരുത്തൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ആവാം ചില ആളുകൾ ഇടുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ചോളം ഞങ്ങൾ ദിവസവും ഇത് ആണ് ഞങ്ങളുടെ ഡ്രസ്സ്. വല്ലപ്പോഴും ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോഴാണ് ജീൻസും ടീഷർട്ടൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ വൈറ്റ് ആൻഡ് വൈറ്റിന് കൂടുതൽ ആളുകൾ ആകർഷകരാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ അത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു. ജനങ്ങൾ നമ്മളത് ഇടുമ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഖാദി തുണിത്തരങ്ങൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതിന്റെ ആശ്വാസം കച്ചവടക്കാർക്കുമുണ്ട്. എന്നും കഞ്ഞിപ്പശ മുക്കി തേച്ചെടുക്കുന്ന ഗദറിട്ട് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മാറ്റാൻ തൽക്കാലം സ്ഥാനാർത്ഥികളും ഉദ്ദേശിക്കുന്നില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നും മോദി സർക്കാർ വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് മികച്ച ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവൂ എന്നും BJP യുവ നേതാവും കോഴിക്കോട് ചാത്തമംഗലം സ്ഥാനാർത്ഥിയുമായ കെ ഗണേഷ്. അഴിമതി സർക്കാരിനെ ഇത്തവണ ജനങ്ങൾ താഴെയിറക്കുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട്ടെ ചാത്തമംഗലം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു ശക്തനായ യുവ നേതാവിനെയാണ്, കെ ഗണേഷ്. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഇവിടെ വലിയ ഒരു റെസ്പോൺസാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. കാരണം നമുക്കറിയാം ഇതൊരു ഗ്രാമീണ മേഖലയാണ്, കോഴിക്കോടിൻ്റെ ഗ്രാമീണ മേഖലയാണ്, കാർഷിക വൃത്തിയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ പഞ്ചായത്തിലാണുള്ളത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ ചാത്തമംഗലവും കുന്നമംഗലവും മാവൂരും. കാരണം നമുക്കറിയാം മാവൂർ ഒരു കാലഘട്ടത്തിൽ വ്യവസായത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം തന്നെയായിരുന്നു. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് ഒറ്റ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക വികസനങ്ങൾ പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കും എന്നതാണ് പ്രധാനമായിട്ടും ഞാൻ മുന്നോട്ട് വെക്കുന്നത്. LDF ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നാണ്. ഞങ്ങളുടെ ദേവൻ്റെ അയ്യപ്പൻ്റെയും ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പക്ഷേ അത് കൊള്ളയടിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ പ്രാവശ്യത്തെ വോട്ട് മോനാണ്, ഈ BJPക്ക് മത്സരിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ അത് അത്രയും ആളുകളുടെ റെസ്പോൺസാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഈ ചാത്തമംഗലം ഒരു കാർഷിക മേഖലയാണല്ലോ, അപ്പോൾ ഇവിടുത്തെ കർഷകർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുമ്പും അതൊക്കെ പുറത്തു വന്നതാണ്. അതിനൊക്കെ എങ്ങനെയാണ് അതിന് എല്ലാം നേരിടാം? ജില്ലാ പഞ്ചായത്ത് വിജയിക്കുകയാണെങ്കിൽ, ഈ ഗ്രാമപഞ്ചായത്ത് BJP ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നു ഇവിടുത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വാർഡ് വിഭജനം നടന്ന സമയത്ത് വളരെ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാർഡ് വിഭജനം എങ്ങനെയെങ്കിലും BJP ബാധിക്കുമോ? അവർക്ക് വേണ്ടി ജയിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ മുറിച്ചിരിക്കുന്നത്. പക്ഷേ ആ മുറിവൊന്നും ഇപ്രാവശ്യം ഏൽക്കില്ല. കാരണം ജനങ്ങൾ വളരെ അസന്തുഷ്ടരാണ്. കാരണം അവരുടെ അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആളുകളെ ഇനി ഭരണത്തിലിരുത്താൻ സാധിക്കുകയില്ല. അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവണം. അത് നരേന്ദ്രമോദി സർക്കാർ വന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഡബിൾ എഞ്ചിൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എഞ്ചിൻ ഒരു സർക്കാർ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, റോഡ് വികസിക്കുകയുള്ളൂ. കാരണം ഇത് അനുഭവവേദ്യമാണ് ഞങ്ങൾക്കൊക്കെ. ഇത്തവണ എന്തായാലും ചാത്തമംഗലം BJP പിടിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് കെ ഗണേഷും മറ്റ് സ്ഥാനാർത്ഥികളും. ക്യാമറാമാൻ അമൃജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. 2036 ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമാകുമെന്ന BJP പ്രകടന പത്രികയിലെ വാഗ്ദാനം വളർന്നുവരുന്ന കായിക താരങ്ങളുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് മുൻ ഇന്ത്യൻ കായിക താരവും അർജുന അവാർഡ് ജേതാവുമായ പത്മിനി തോമസ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാളയം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന പത്മിനി തോമസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യൻ കായിക താരവും അർജുന അവാർഡ് ജേതാവുമായ മുൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി പത്മിനി തോമസ് ആണ് ഇന്ന് BJPക്ക് വേണ്ടി ഇത്തവണ കോർപ്പറേഷനിൽ ഇറങ്ങുന്നത്. പാളയം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇത്രയും വർഷം ഈ ഒരു കായിക താരമായി നിന്നു, ഇന്ത്യൻ കായിക താരമായി നിന്നു, വലിയ രീതിയിൽ പോരാട്ടം ആ രീതിയിൽ പോരാടുമ്പോൾ ഇത്തവണ ജനപ്രതിനിധിയായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പാളയം വാർഡിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. 1-2 വർഷം കൊണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി വിഷമങ്ങളൊക്കെ കേട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്പോർട്സിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റാണ്. കാര്യം എന്ന് വെച്ചാൽ
കായിക താരമായി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി, കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി, റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായി. ഇപ്പോൾ ഇതെനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജനങ്ങളെ എല്ലാം കാണുക, അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയുക, പരിഹരിക്കാവുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക. കൗൺസിലർ ആവുകയാണെങ്കിൽ പാളയം ഒരു വാർഡിനപ്പുറത്തേക്ക് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു മുഖം കൂടിയായി മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കായിക മേഖലയിൽ ഏതെങ്കിലും രീതിയിലൊരു കോൺട്രിബ്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ഉണ്ട്, കണിശമായിട്ടും ചിന്തിക്കുന്നുണ്ട്. കാര്യം നിറയെ സ്പോർട്സ് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. കാര്യം നമുക്കിവിടെ 3 സ്റ്റേഡിയങ്ങൾ അടുത്തുണ്ട്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും പോലീസ് സ്റ്റേഡിയവും സെൻട്രൽ സ്റ്റേഡിയവും ഒക്കെ അടുത്തടുത്ത് നിരവധി കുട്ടികൾ നമ്മുടെ ഫുട്ബോളിലായാലും അത്ലറ്റിക്സിലായാലും ഒക്കെ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അവിടെ നല്ല ക്ലബ്ബുകൾ സ്ഥാപിക്കണം. നമുക്കറിയാം 2036 ഇപ്പം ഒളിമ്പിക്സ് വരാൻ പോവുകയാണ്. അതിനകത്ത് ഒരു ഈവൻ്റ് തന്നെ നമുക്കിപ്പം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇന്നലെ ഡിക്ലെയർ ആയി നമ്മുടെ പ്രകടന പത്രികയിൽ ഒരു ഈവൻ്റ് നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും. അങ്ങനെ ഒരു വലിയ ഫ്യൂച്ചർ വരികയാണ്. അതുതന്നെ കുട്ടികളെ കായിക രംഗത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഈ എല്ലാ സമ്മറിലും ക്യാമ്പുകളുണ്ട് ഈ 3 സ്റ്റേഡിയത്തും. അപ്പോൾ നമ്മുടെ വാർഡിലുള്ള പിള്ളേരെയൊക്കെ അതിലേക്ക് വിടുക. അപ്പോൾ ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് 2036 ആകുമ്പം ഇന്ത്യൻ ടീമിൽ സ്ഥലം പിടിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു ഫ്യൂച്ചർ കണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു എയിമാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. NDA സർക്കാരിന് കൃത്യമായ വികസന പദ്ധതികളുണ്ടെന്നും ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്നും മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്. കേരള സർക്കാർ മോദി സർക്കാരിന്റെ പദ്ധതികളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. തട്ടിപ്പ് നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. BJPയുടെ മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നേറുകയാണ്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകൾ? കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. LDF UDF കഴിഞ്ഞ നാളുകളത്ര ഈ നാട്ടിൽ ഭരിക്കുകയും ഈ നാട് മുടിക്കുകയും ചെയ്തവരാണെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം ഒരു മേൽഗതിയും ഉയർച്ചയും വളർച്ചയും വികാസവും ഈ നാടിനുണ്ടായിട്ടില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ വലിയ നേട്ടങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നഗരമാണ്. ഒരു വ്യാവസായിക വ്യാപാര വാണിജ്യ രംഗത്ത് അറിയപ്പെടുന്ന ഒരു നഗരമാണ്. പക്ഷേ എന്ത് വളർച്ചയുണ്ടായി? ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അവർ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, വ്യാപാര രംഗത്ത് ഒക്കെ വലിയ വലിയ നേട്ടങ്ങളുണ്ടാക്കി വരുമാനവും വർദ്ധിച്ചു. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല. കാരണം കാഴ്ചപ്പാടില്ല, ആസൂത്രണമില്ല, പദ്ധതിയില്ല. അതുകൊണ്ട് ഈ നാടിങ്ങനെയായി. പക്ഷേ വ്യക്തമായി NDAക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. ഈ നാട് എങ്ങനെ ഉയരണം, വളരണം, വികസിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പദ്ധതിയുണ്ട്, നയരേഖകളുണ്ട്. കേന്ദ്രത്തിൽ മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ മോഡിയോടൊപ്പം സഞ്ചരിക്കുന്ന, മോഡിയോടൊപ്പം ചരിക്കുന്ന, മോഡിയോട് വിധേയത്വമുള്ള അല്ലെങ്കിൽ അനുഭാവമുള്ള ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവണം. രാഹുൽ വിഷയം, അതേപോലെ ED നോട്ടീസ്, സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ BJPക്ക് അനുകൂലമാവോ? ഇവിടെ അഴിമതിയും ക്രമക്കേടും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാണ് ഈ സർക്കാർ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ED ഒരു വിഷയത്തിൽ വളരെ നാളുകളോളമായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. അത് ഓരോരോ സ്റ്റെപ്പ്, ഓരോ ഘട്ടം കടന്ന് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആണോ ഇപ്പോൾ ഈ പോലീസ് അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടത്? ഈ ഇലക്ഷൻ പ്രമാണിച്ചാണോ? അല്ലല്ലോ. ഒരു ക്രമക്കേട്, അഴിമതി, തട്ടിപ്പ്, കൊള്ള നടക്കുന്നു എന്ന് കണ്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കാൻ അധികാരപ്പെട്ടവരുടെ കടമയാണ്. അതവർ ചെയ്യുകയാണ്. എന്തായാലും ഇത്തവണ NDA വലിയ പ്രതീക്ഷയിലാണ്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. മലയാള സിനിമാ മേഖലയിലെ മുതിർന്ന കലാപ്രതിഭകൾക്ക് ആദരം. അജ്രാന പ്രൊഡക്ഷൻ കമ്പനിയാണ് താരങ്ങളെയും അണിയർ പ്രവർത്തകരെയും ആദരിച്ചത്. മലയാള സിനിമാ മേഖലയിൽ അതുല്യ സംഭാവനകൾ നൽകിയ മുതിർന്ന കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കുമാണ് ആദരം. ഗുരുവന്ദനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നടന്മാരായ മധു, ജനാർദ്ദനൻ, നടി ശാന്താകുമാരി, സംവിധായകൻ P. ചന്ദ്രകുമാർ എന്നിവരെ ആദരിച്ചു. വളരെ വ്യത്യസ്തമായ ഒരു ഐഡിയാസോടുകൂടി കയറി വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ് അവരെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷം തോന്നി. കാരണം ഈ സിനിമയിലുള്ള എന്ത് സിനിമയിലുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് പണം മുടക്കുന്ന ആളുകൾ. പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ തന്നെ അതും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു വ്യക്തി
ഈ സിനിമ എനിക്കിനി ഒരു പൊസിഷനിലേക്ക് വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമെന്ന് ഇവർക്ക് എല്ലാവിധ എന്താ പറയുന്നത് പ്രോത്സാഹനവും അനുഗ്രഹവും ദൈവത്തിനോട് നന്നായിട്ട് വരാതായി ഉള്ള പ്രാർത്ഥനയും എന്നുമുണ്ട്. നിർമ്മാതാക്കളും സംവിധായകരും സഹതാരങ്ങളും ക്യാമറാമാന്മാരും അങ്ങനെ സിനിമയുടെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാർ ആദരം ഏറ്റുവാങ്ങി. പുതിയതായി ചലച്ചിത്ര മേഖലയിലേക്ക് രംഗപ്രവേശനം ചെയ്ത അജ്രാന പ്രൊഡക്ഷൻ ഹൗസിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. അജിത് ഗോപിനാഥിന്റെയും രഘുനാഥ് മേനോന്റെയും നേതൃത്വത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉദ്ഘാടനം മേജർ രവി നിർവഹിച്ചു. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വേണമോ അതെല്ലാം ഈ കമ്പനിക്ക് അജ്രാനയ്ക്കകത്തുണ്ട്. സക്സസിന്റെ ഒരു ഉദാഹരണമായിട്ട് അജ്രാന കമ്പനി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അമൃത ന്യൂസ്, കൊച്ചി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഇന്ന് നേരിയ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് മുൻനിര ഓഹരി സൂചികകൾ എത്തിയിരുന്നെങ്കിൽ കൂടിയും ആ ഒരു നിലവാരത്തിലുണ്ടായിട്ടുള്ള ലാഭമെടുക്കൽ വിപണിയെ നഷ്ടത്തിലേക്ക് എത്തിച്ചു. രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ ഒരു വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, GDP നിരക്ക് ഉയർന്നു നിൽക്കുന്നത് പലിശ നിരക്കുകൾ കുറച്ചേക്കില്ലേ എന്നുള്ള ഒരു ആശങ്ക വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല രൂപയുടെ വില മൂല്യത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ഇടിവ്, ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം ഉള്ളത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ. ആ ഒരു വിലയിടിവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയും വിപണിയെ നഷ്ടത്തിലേക്ക് എത്തിച്ചു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ളൊരു വിൽപ്പന നടത്തിയിരുന്നു. ഈ ഘടകങ്ങളെല്ലാം തന്നെ വിപണിക്ക് പ്രതികൂലമാവുകയായിരുന്നു. ഇനി വിപണിയുടെ ഓരോ ഉയർച്ചയിലും ഒരുപക്ഷെ നിക്ഷേപകർക്കിടയിൽ ലാഭമെടുക്കൽ പ്രവണത കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഒരു അടുത്തൊരു നിലവാരത്തിലേക്ക് വിപണി ഉയരണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു 26,200 എന്നുള്ള നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ട് നീങ്ങേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു വിൽപ്പനയ്ക്ക് ശേഷം 26,200 എന്ന നിലവാരത്തിന് താഴെയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഇനി ആ ഒരു നിലവാരം മറികടന്ന് തുടർച്ചയായി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US വിപണികളിൽ കഴിഞ്ഞ ദിവസം ഒരു നഷ്ടമുണ്ടായെങ്കിൽ കൂടിയും US-ൽ പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ആഗോള വിപണികളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നമ്മുടെ വിപണിയിൽ വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര ഓഹരി സൂചികൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ദേശീയ സർവേ ഫലത്തിൽ വാക്രൂ രാജ്യത്തെ നമ്പർ 1 പാദരക്ഷാ ബ്രാൻഡായി. ലോകപ്രസിദ്ധ മാർക്കറ്റ് റിസർച്ച് ഏജൻസിയായ കെഡൻസ് ഇന്റർനാഷണൽ നടത്തിയ ദേശീയ സർവേയിലൂടെയാണ് സ്വദേശ പാദരക്ഷാ ബ്രാൻഡായ വാക്രൂ ഈ അംഗീകാരം നേടിയത്. ഉപഭോക്താക്കളിൽ നിന്ന് നേടിയ വിശ്വാസവും കടപ്പാടുമാണ് ഈ അംഗീകാരമെന്നും ജീവനക്കാർ ഉൾപ്പെടെ കൂടെ നിന്നവരുടെ സമർപ്പണത്തിനുള്ള ആദരവാണ് ഇതെന്നും വാക്രൂ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ MD നൌഷാദ് പറഞ്ഞു. ഇന്ത്യയിലെ നമ്പർ 1 PU ബ്രാൻഡായും സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഫുട്വെയർ ബ്രാൻഡായും വാക്രൂ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ട്. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ വാക്രൂവിൽ വിശ്വാസമർപ്പിച്ചതിനാലാണ് ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. വാക്രൂവിൻ്റെ ഈ നേട്ടത്തിന് ഞങ്ങളെ സഹായിച്ച എല്ലാ ഉപഭോക്താക്കൾക്കും, വ്യാപാരി സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇടുക്കി കുട്ടിക്കാനത്ത് നടന്ന റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിൽ കാണികളെ ഏറെ ആകർഷിച്ചത് വിൻറ്റേജ് ക്യാമറകളുടെ പ്രദർശനമാണ്. 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന വിവിധ ക്യാമറകളുടെ നീണ്ട നിരയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എലിക്സിയർ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി മേധാവി M. മനു 15 വർഷം കൊണ്ട് ശേഖരിച്ച ക്യാമറകളുടെ നീണ്ട നിരയാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. വിവിധയിടങ്ങളിൽ യാത്ര ചെയ്ത് പലരെയും കണ്ടുമുട്ടി. ഇവരിൽ നിന്നാണ് 400 ക്യാമറകൾ മനു ശേഖരിച്ചത്. 5 വർഷമായി വിവിധയിടങ്ങളിൽ പ്രദർശനങ്ങൾ നടത്തിവരുന്നു. 1800കളുടെ അവസാനത്തിലിറങ്ങിയ ക്യാമറകൾ മുതൽ ഫിലിം ക്യാമറകളുടെ കാലം അവസാനിച്ച 2015 വരെയുള്ള ക്യാമറകൾ ഇദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിർമ്മിച്ചവ മുതൽ വിദേശ കമ്പനികളുടെ ഏറെ വിലപിടിപ്പുള്ളവ വരെ ഉൾപ്പെടുന്നു. ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യവും ഇഷ്ടവുമാണ് ഈ ശേഖരത്തിലേക്ക് M. മനുവിനെ നയിച്ചത്. എൻ്റെ പേഴ്സണൽ കളക്ഷനാണ് ഈ കാണുന്നത്. എനിക്ക് 400 ക്യാമറകളുടെ കളക്ഷനുണ്ട്. അതിൽ പലതും റെയറാണ്. 1887 മുതൽ 2002 വരെയുള്ള ക്യാമറകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അനലോഗ് ക്യാമറകൾ, പിന്നെ അതുപോലെ തന്നെ അനലോഗ് വീഡിയോ ക്യാമറകൾ, പിന്നെ പ്രൊജക്ടറുകൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ക്യാമറ കൂടാതെ പ്രൊജക്ടർ, വിവിധതരം ഫിലിമുകൾ എല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചു. കാഴ്ചക്കാർക്ക് ഓരോന്നിന്റെയും പഴക്കവും ചരിത്രവും പറഞ്ഞു നൽകുന്നതിനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. കടുവകളുടെ എണ്ണം എടുക്കാൻ തിരുവനന്തപുരം ബോണക്കാട് ഉൾവനത്തിലേക്ക് പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 പേരെ കാണാനില്ല. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റ് ഓഫീസർ വിനീത, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണ് കാണാതായിരിക്കുന്നത്. ബോണക്കാട് ഉൾവനത്തിലേക്കാണല്ലോ ഇവർ പോയത്. എപ്പോഴാണ് ഇവർ യാത്ര പുറപ്പെട്ടത്? എത്ര ദിവസങ്ങളായോ ഇവരെ കാണാതായിട്ട്, അതോ ഇന്നലെ മുതലാണോ? എങ്ങനെയാണ്, എന്താണ് അറിയാനാവുന്നത്? മായ, കഴിഞ്ഞ ദിവസം മുതലാണ് ഇവരെ കാണാതായത്. അതായത് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരേ സമയം കടുവ സാന്നിധ്യമുള്ള എല്ലാ ഉൾവനങ്ങളിലും സെൻസസ് നടക്കുന്നുണ്ട്. ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഈ ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ചിൽ ഇത്തരത്തിൽ കടുവകളുടെ സാന്നിധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കടുവ സെൻസസിന്റെ ഭാഗമായി പാലോട് റേഞ്ചിലെ വനിതാ ഓഫീസർ അടങ്ങുന്ന ഈ ഒരു 3 സംഘം കാട്ടിലേക്ക് പോയത്. പക്ഷെ ഇവർക്ക് ഈ കാട്ടിലെ പാതകളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള അറിവുള്ളതാണ്. അതിന് വേണ്ട പരിശീലനം ലഭിച്ചവരാണ്. ഈ പാലോട് റേഞ്ച് ഓഫീസറിലെ വനിതാ ഫോറസ്റ്റ് ഓഫീസറായ വിനീത, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ കാണാതെയായിട്ടുള്ളത്. ഇതിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാച്ചർ രാജേഷ് അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കാട്ടിലെ പാതകളെ പറ്റിയൊക്കെ കൃത്യമായി ധാരണയുള്ളവരാണ്. പക്ഷേ ഈ ഉൾക്കാടുകളിൽ ഏകദേശം ഉച്ച കഴിയുമ്പോൾ തന്നെ നല്ല ഇരുട്ട് പരക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ ഇരുട്ടൊക്കെ പരക്കുമ്പോൾ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ യാത്ര ഒഴിവാക്കിയതായേക്കാം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴയോ എന്തെങ്കിലും അനുഭവപ്പെടുമ്പോൾ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവർ മാറി നിൽക്കുന്നതായിരിക്കാം എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇവരുള്ളത്. എന്തായാലും ഇവർക്കായി ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ RRTയും പോലീസ് സംഘവും ഒത്തൊരുമിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഈ RRTയിൽ അവിടെയുള്ള ആദിവാസി സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ അടങ്ങിയതാണ്. അവർക്ക് ഈ വനമേഖലയൊക്കെ നന്നായിട്ട് അറിയാം. എന്തായാലും ഈ കാണാതായ 3 സംഘവുമായി ഒരു വാർത്താവിനിമയം സാധ്യമല്ലാത്തതിനാൽ ഒരു ആശങ്കയുണ്ടെങ്കിലും അവർ സുരക്ഷിതരായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. മായ. ശരി, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കടുവകളുടെ എണ്ണം എടുക്കാൻ തിരുവനന്തപുരം ബോണക്കാട് ഉൾവനത്തിലേക്ക് പോയ 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണാനില്ല. അവർക്കായിട്ടുള്ള തെരച്ചിൽ കാര്യമായി നടക്കുകയാണ്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം നാളെ. 2ാം ഏകദിനം ജയിച്ച് പരമ്പര ഉറപ്പിക്കാനാവും ഇന്ത്യ ലക്ഷ്യമിടുക. അതേസമയം ടെസ്റ്റ് മത്സരത്തിൽ നേടിയ ആധികാരിക ജയം 2ാം ഏകദിനത്തിൽ പുറത്തെടുക്കാനാകും ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുക. റായ്പൂരിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ കടുത്ത നിലപാടിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. പ്രശ്നപരിഹാരത്തിന് BCCI വിളിച്ച അടിയന്തര യോഗം നാളെ നടക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരുൾപ്പെടെ ഏതാനും ഉന്നത ഉദ്യോഗസ്ഥരെയും യോഗത്തിന് വിളിച്ചതായാണ് റിപ്പോർട്ട്. ഗംഭീർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് രോഹിത്തും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, BCCI വിളിച്ച യോഗം നാളെയാണ്. യോഗത്തിൽ എത്ര കണ്ട് പ്രതീക്ഷ അർപ്പിക്കാം? ഏറ്റവും നിർണായക യോഗമാണ് നാളെ റായ്പൂരിൽ നടക്കുന്നത്. റായ്പൂരിലാണ് 2ാം ഏകദിനം. ആ ഏകദിനത്തിന് മുന്നോടിയായാണ് ഈ യോഗം ചേരുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് BCCയുടെ ഭാരവാഹികൾ, BCC അധ്യക്ഷൻ പങ്കെടുക്കുമോ എന്നുള്ളതിൽ കാര്യമായ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അതായത് അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പക്ഷേ BCC സെക്രട്ടറി ദേവജിത്ത് സഖ്യ, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി പ്രഭ്ജേത് സിംഗ് ഭാട്ടിയ, ഇവർ 2 പേരും എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മൻഹാസ് ഏതായാലും യോഗത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും BCC നൽകുന്നില്ല. പക്ഷേ ഈ 2 പേർ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. ഈ തർക്കങ്ങൾ പ്രധാനമായും പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഒരു സ്ഥിരതയില്ലാതെയാണ് ഇന്ത്യയുടെ ഏകദിന ടീമും ഒപ്പം തന്നെ ടെസ്റ്റ് T20 ടീമും മുന്നോട്ട് പോകുന്നത്. ഇതിന് 3നും ക്യാപ്റ്റന്മാരുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടീമിലുള്ള അംഗങ്ങൾ ഇടയ്ക്കിടെ മാറുന്നതാണ് പ്രധാനമായും സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് ഇനി T20 ലോകകപ്പ് വരാൻ പോകുന്നു. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുമായുള്ള ഏകദിനത്തിന് ശേഷം വീണ്ടും ദക്ഷിണാഫ്രിക്കയുമായി T20, അതിന് പിന്നാലെ ന്യൂസിലൻഡ് പര്യടനം. ന്യൂസിലൻഡ് ടീം എത്തും. സ്വാഭാവികമായി ന്യൂസിലൻഡിന് എതിരെ 1 ഡേ
ഉണ്ട്, അത് ഏകദിന മത്സരങ്ങളുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടുമായി ഏകദിനമുണ്ട്. ഇങ്ങനെ നിരവധിയായ വലിയ തരത്തിലുള്ള തിരക്കുള്ള ഒരു ഷെഡ്യൂൾ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ അടിക്കടിയായി ടീമിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല മുതിർന്ന താരങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത ലോകകപ്പ് 2027 ലോകകപ്പ് കണ്ടുള്ള ഏകദിന ടീമിനെയാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിലവിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദിനത്തിൽ ഇരുവരും തുടരുകയാണ്. അവരുടെ ലക്ഷ്യം 2027 ലോകകപ്പ് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവരെ ഉൾക്കൊണ്ട് മാത്രമേ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മാത്രമല്ല അവരെ പ്രകടനത്തിന്റെ പേരിൽ മാറ്റി നിർത്താനും ആകില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഏകദിനത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നു, രോഹിത് 50 മുകളിൽ സ്കോർ ചെയ്യുന്നു. അതിന് മുൻപേ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുന്നു, വിരാട് 50 മുകളിൽ സ്കോർ ചെയ്യുന്നു. ഈ കൂട്ടുകെട്ട് ഏറ്റവും നിർണായകമായി മുന്നോട്ട് പോകുന്നു. പരിചയസമ്പന്നത കൂടി ഉൾക്കൊണ്ട് മാത്രമേ ടീമിന് മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതാണ് ഇതിനു മുൻപുള്ള എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല പല കോണുകളിൽ നിന്നുള്ള വിമർശനവും ഇത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ വലിയ അസ്വാരസ്യങ്ങൾ കോച്ചുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. കോച്ചുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുമായി ബന്ധപ്പെട്ട് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും കൂടി ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയാണ് ടീമിനുള്ളിൽ പിണക്കങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് പരിഹരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആണെങ്കിൽ രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും കൂടി ഇക്കാര്യത്തിലൊരു നിർദ്ദേശം തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഇരുവരും ഏകദിനത്തിൽ മുന്നോട്ട് പോവുകയാണ്. ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് രോഹിത് ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത്. വിരാട് കോഹ്ലിയും സമാന നിലപാട് സ്വീകരിച്ചിരുന്നു. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് ഇരുവരും T20യിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏകദിന ലോകകപ്പാണ് ലക്ഷ്യം. ആ ലോകകപ്പിൽ ടീമിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി കഴിഞ്ഞ ഇതിന് മുൻപത്തെ ഏകദിനത്തിലുള്ള ടീമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അതിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ തന്നെ അക്സർ പട്ടേൽ തുടങ്ങിയ ആളുകളെ മാറ്റുന്നു, പുതിയ താരങ്ങൾ വരുന്നു. ഈ ആളുകളെല്ലാം റിസർവായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെ അടിക്കടി മാറ്റുന്നത് ഒന്നിച്ചൊരു ടീമായി മുന്നോട്ട് പോകുന്നതിന് വലിയ തടസ്സമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഈ ഒരു പരിഹാരമാണ് മുതിർന്ന താരങ്ങൾ, അതായത് ഇപ്പോൾ ടീമിൽ കളിക്കുന്നതല്ല, മുൻപ് ടീമിന്റെ ഭാഗമായിരുന്ന പല താരങ്ങളും ഗൗതം ഗംഭീറിനെതിരെ നിലപാടുകൾക്കെതിരെയൊക്കെ തന്നെ രംഗത്തെത്തുന്നു. ആരാധകർ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും നിർണായക യോഗം നാളെ റായ്പൂരിൽ ചേരുന്നത്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ ഇന്ത്യൻ ടീമിൽ ഉയരുന്ന കടുത്ത നിലപാടിൽ ഒരു പ്രശ്ന പരിഹാരാർത്ഥം PCC വിളിച്ച അടിയന്തര യോഗം നാളെ നടക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരും. കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരവാഹികൾ, ISL ക്ലബ്ബ് പ്രതിനിധികൾ, സുപ്രീംകോടതി നിയോഗിച്ച ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി ചെയർമാൻ എന്നിവർ പങ്കെടുക്കും. വാണിജ്യ പങ്കാളിയെ കണ്ടെത്തി പുതിയ സീസൺ ആരംഭിക്കാനുള്ള സാധ്യത മങ്ങിയതോടെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് യോഗം ചേരുന്നത്. കുവൈറ്റിൽ കടബാധ്യതയെ തുടർന്നുള്ള കേസുകളിൽ സ്വദേശികൾക്കും വിദേശികൾക്കും എതിരെ 3500 അറസ്റ്റ് വാറണ്ടുകൾ. ഇവരിൽ 2200 സ്വദേശികളും 1300 പ്രവാസികളുമാണ്. 350 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത്. കടബാധ്യതയെ തുടർന്നുള്ള കേസുകളിൽ അറസ്റ്റ് വാറണ്ട് നേരിടുന്നവരെ കണ്ടെത്തുന്നതിനും ആഭ്യന്തര മന്ത്രാലയത്തിലെ പെട്രോളിംഗ് വാഹനങ്ങളിൽ പ്രത്യേക സംവിധാനം സ്ഥാപിച്ചു. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.